എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും തീരുമാനമെടുക്കാൻ ഒന്നിലധികം ചോയ്സസ് ഉണ്ടാകും. അതിൽ നിന്ന് ഏറ്റവും നല്ല തീരുമാനം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു വീട്ടിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണ്, അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനാണ്. അവരായിരിക്കും ആ വീട്ടില് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ആൾ. അവർക്ക് ആ വീട് എങ്ങനെ ശരിയായി നടത്തിക്കൊണ്ടേ പോകാം എന്നതിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവും. നിർഭാഗ്യവശാൽ അതിനേക്കാളും വളരെ വളരെ പ്രധാനമായ ഒരു കാര്യത്തിൻ്റെ ബാധ്യത നമ്മുടെ കയ്യിലാണുള്ളത്. അതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഒരു ഗൃഹനാഥൻ തൻ്റെ വീടിനെ കുറിച്ച് എങ്ങനെ ശരിയായി മനസ്സിലാക്കി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നുവോ, അതേപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിനെ പറ്റി ശരിയായി പഠിച്ച് ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കണം. കാരണം നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ സമയമോ പണമോ അല്ല, പക്ഷെ നമ്മുടെ ജീവിതം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ 10 വർഷങ്ങളാണ്. അതേപോലെ നിങ്ങളുടെ കാറോ സ്വത്തുക്കളോ പേരോ പെരുമയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് തന്നു എന്ന് വിചാരിക്കുക. അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എനിക്ക് തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ശരിയായി ആലോചിച്ചാൽ നമ്മളെല്ലാവരും ഇത്രയും വർഷങ്ങൾ ചെയ്തത് അത് തന്നെയല്ലേ. നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിച്ചത് ഇതേപോലുള്ള പലതും ജീവിതത്തിൽ നേടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ പറയും നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ വാക്കുകളെ ചതിക്കുന്നു. Your actions betray your words. ഇത് ശരിക്കും വളരെ മോശமான ഒരു കച്ചവടമാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു ലാഭവുമില്ല. നിങ്ങൾ എത്രയോ വിലപിടിപ്പുള്ള ഒരു സാധനം കൊടുത്ത് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് അതിന് കാണും വിലയില്ലാത്തതാണ്. നിങ്ങളുടെ ജീവിതം കൊടുത്തിട്ടാണ് നിങ്ങൾ വീട് വിൽക്കുന്നതും പണം സമ്പാദിക്കുന്നതും കാറ് വാങ്ങുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, Am I responsible enough to take care of my own life? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ നിങ്ങളിൽ ചിലർ പറയും, അതെ, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നേടിയതെല്ലാം എനിക്ക് സന്തോഷം തരുന്നുണ്ട്. എൻ്റെ കുടുംബവും ഞാനും ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയുണ്ട്. ശരി, ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരമുണ്ടല്ലോ. ആ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം
നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് എന്തെങ്കിലും വേണ്ടിയിട്ടാണ്, പക്ഷേ ജീവിക്കാൻ വേണ്ടിയല്ല. We are always living for something, but not for living. നമ്മൾ എപ്പോഴും നമ്മളുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാമാക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഈ മനുഷ്യജന്മം ഇല്ലാതാക്കാം. ഇപ്പോൾ നിങ്ങളോട് ഡോക്ടർ പറയുന്നതാണ്, നിങ്ങളുടെ മരണം അടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് കാലത്തിൻ്റെ ആയുസ് മാത്രമേ ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ അവസാന ദിവസം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ദിവസമാക്കാൻ ശ്രമിക്കും, അല്ലേ? അതുകൊണ്ട് നാളെ മരിക്കുന്നത് പോലെ ഇന്നു ജീവിക്കുക. ഞാനിന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നന്ദി, നമസ്കാരം.